ജനാധിപത്യത്തിന്റെ മാതൃകയെന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്ക ഇന്ന് സ്വന്തം ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നാണക്കേടിന് സാക്ഷ്യം വഹിക്കുകയാണ്. രാജ്യത്തിന്റെ 250-ാം സ്വാതന്ത്ര്യദിനം ഒരു ജനതയുടെ പൊതുവായ ആഘോഷമാക്കേണ്ടതിന് പകരം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെറും വ്യക്തിപൂജയ്ക്കുള്ള രാഷ്ട്രീയ വേദിയായി മാറുന്നുവെന്ന കടുത്ത ആഗോള വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. അമേരിക്കൻ ജനതയെ ഒന്നടങ്കം ഒന്നിപ്പിക്കേണ്ട ഈ ചരിത്ര മുഹൂർത്തത്തെ ഭിന്നിപ്പിന്റെയും വിദ്വേഷത്തിന്റെയും സ്വന്തം പാർട്ടി പരിപാടിയാക്കി മാറ്റാനുള്ള ട്രംപിന്റെ ഏകാധിപത്യ നീക്കങ്ങൾക്കെതിരെ രാജ്യാന്തര തലത്തിൽ തന്നെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ അജണ്ട തിരിച്ചറിഞ്ഞ് പ്രശസ്ത റോക്ക് താരം ബ്രൈറ്റ് മൈക്കിൾസ് ഉൾപ്പെടെയുള്ള പ്രമുഖ സംഗീതജ്ഞർ നാഷണൽ മാളിലെ ഗ്രേറ്റ് അമേരിക്കൻ സ്റ്റേറ്റ് ഫെയറിൽ നിന്ന് കൂട്ടത്തോടെയാണ് പിന്മാറിയത്. എന്നാൽ ഇതിനോട് കടുത്ത പ്രതികാര ബുദ്ധിയോടെയാണ് ട്രംപ് പ്രതികരിക്കുന്നത്. പരിപാടി ബഹിഷ്കരിച്ച കലാകാരന്മാരെ മൂന്നാം നിര ആർട്ടിസ്റ്റുകൾ എന്ന് അധിക്ഷേപിച്ച ട്രംപ് തനിക്ക് സംഗീത ഇതിഹാസം എൽവിസ് പ്രെസ്ലിയേക്കാൾ വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അവകാശപ്പെടുന്നത്. ഗിറ്റാർ ഇല്ലാതെ വേദിയിലെത്തുന്ന തന്റെ രാഷ്ട്രീയ പ്രസംഗമായിരിക്കും ഇനി ഈ പരിപാടിയുടെ പ്രധാന ആകർഷണം. പാരമ്പര്യവും മര്യാദകളും കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ഔദ്യോഗിക ദ്വികക്ഷി സമിതിയായ അമേരിക്ക 250-നെ പൂർണ്ണമായും തഴഞ്ഞ് ഫ്രീഡം 250 എന്ന സ്വന്തം പക്ഷാപാത സംഘടനയ്ക്കാണ് ട്രംപ് മേളയുടെ ചുമതല നൽകിയിരിക്കുന്നത്. അതിലും അപ്പുറം ചരിത്ര പ്രധാനമായ വൈറ്റ് ഹൌസിന്റെ സൗത്ത് ലോണിൽ വെച്ച് ഒരു UFC ഗുണ്ട പോരാട്ടവും വാഷിംഗ്ടണിന്റെ തെരുവുകളിൽ റേസിംഗ് മത്സരങ്ങളും നടത്താനാണ് ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നത്. ഒരു ഭരണകേന്ദ്രത്തെ വെറും വാണിജ്യ അടിയുത്സവങ്ങൾക്കും ആക്രമ സ്വഭാവമുള്ള കായിക മത്സരങ്ങൾക്കുമായി ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ അമേരിക്കൻ ജനതയ്ക്കുള്ളിൽ തന്നെ കടുത്ത അമർഷമുണ്ട്. ഈ വൻ സംഗീത ബഹിഷ്കരണവും നാണക്കേടും വൈറ്റ് ഹൌസിനുള്ളിൽ വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കങ്ങൾ മുറുകുമ്പോൾ സ്വന്തം പരാജയം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള പതിവ് തന്ത്രവുമായി ട്രംപ് അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ്. വൈറ്റ് ഹൌസ് വക്താക്കൾക്ക് പോലും ഈ വിവാദങ്ങൾക്ക് മുന്നിൽ കൃത്യമായ മറുപടിയില്ല. ചുരുക്കത്തിൽ അമേരിക്കയുടെ പാരമ്പര്യവും ആത്മാവും ആഘോഷിക്കേണ്ട 250-ാമത് സ്വാതന്ത്ര്യദിനം ട്രംപിന്റെ കടുത്ത തീവ്ര വലതുപക്ഷ മാഗ ആരാധകരെ മാത്രം തൃപ്തിപ്പെടുത്താനുള്ള ഒരു നാടകമായി മാറുമ്പോൾ അത് ലോകത്തിനു മുന്നിൽ അമേരിക്കയ്ക്ക് വലിയൊരു കറുത്ത പാടായി അവശേഷിക്കുമെന്നതിൽ തർക്കമില്ല.